ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൺജക്ഷൻ വേർഡായ സബോർഡിനേറ്റിംഗ് കൺജക്ഷനിലെ ആസ് ദോയും ആസ് ഈഫുമാണ്. ആസ് ഈഫ്, ആസ് ദോ ഇവ രണ്ടും ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. എന്ന പോലെ, ആസ് ഇഫ്, ആസ് ദോ, എന്ന പോലെ എന്നാണ് മീനിങ് വരുന്നത്. ഇനി അത് സിറ്റുവേഷനിലോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് വേർഡ്സും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആസ് ഇഫ്, ആസ് ദോ യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു അൺറിയൽ കണ്ടീഷനിലാണ് നമ്മൾ ആസ് ഇഫും ആസ് ദോയും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഷീ സ്പീക്സ് ആസ് ഇഫ് ഷീ വേർ എ ടീച്ചർ. അവൾ ഒരു ടീച്ചർ പോലെ സംസാരിക്കുന്നു. അവൾ ഒരു ടീച്ചർ പോലെ സംസാരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അവൾ ഒരു ടീച്ചറാണോ? അല്ല. ഇവിടെ അൺറിയൽ കണ്ടീഷനാണ് പറയുന്നത്, അല്ലേ? പോലെ, ടീച്ചറെ പോലെ സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഷീ സ്പീക്സ്, ഏതാ ടെൻസ്? സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ. അപ്പോൾ ഷീ സ്പീക്സ് ആസ് ഇഫ് ഷീ വേർ എ ടീച്ചർ എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾക്കറിയാം ഷീ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഫോഴ്സ് യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആസ് ഇഫ് എന്ന വേർഡിൻ്റെ മുമ്പിലായിട്ട് വരുന്ന സെൻറ്റൻസിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വി ടു ഫോമാണ്, അതായത് സിമ്പിൾ പാസ്റ്റ്. എന്നാൽ ഫസ്റ്റ് സെൻറ്റൻസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹാഡ് പ്ലസ് വി ത്രീ ആണ്, ഹാഡ് വി ത്രീ ആണ് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഷീ സ്പീക്സ് ആസ് ഇഫ് ഷീ വേർ എ ടീച്ചർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഷീ സ്പീക്സ് ആസ് ഇഫ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഷീ ആണ് വന്നിട്ടുള്ളത്, അല്ലേ? ഷീ സിംഗുലറാണ്, അതുകൊണ്ട് തന്നെ നമ്മളവിടെ വേഴ്സ് എന്നല്ല യൂസ് ചെയ്യുക എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേർ എന്നാണ്, അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ ഒരുപാട് യൂസേജ് വരുന്നത് നമ്മൾ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കായിരിക്കും, അല്ലേ? ആ സമയത്ത് ഈസ്, വോസ്, വേർ എല്ലാം ഉണ്ടാവും. അത് നമുക്ക് വീഡിയോക്ക് അവസാനം ഒന്ന് ക്ലിയർ ആക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയാലോ? വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവൻ ഒരു ധനികനെ പോലെയാണ് പെരുമാറുന്നത്. അവൻ ഒരു ധനികനെ പോലെയാണ് പെരുമാറുന്നത്. അതായത് അവനൊരു ധനികനൊന്നുമല്ല, അവനൊരു പാവപ്പെട്ട ആളാണ്. പക്ഷേ അവൻ്റെ പെരുമാറ്റം കണ്ടാൽ ഭയങ്കര റിച്ചാണ്, അല്ലേ? ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ആസ് ഇഫ് യൂസ് ചെയ്തുകൊണ്ട് പറയാം? ഈ ആസ് ഇഫ് യൂസ് ചെയ്യുന്ന ഇതേ കേസിൽ തന്നെ നമുക്ക് ആസ് ദോയും യൂസ് ചെയ്യാം. ഒരു വ്യത്യാസവും ഇല്ല, ഇതേ സന്ദർഭത്തിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആസ് ദോ ഇവിടെ യൂസ് ചെയ്ത് പറയുന്നില്ല, ഇതുപോലെ തന്നെയാണ് ആസ് ദോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും? ഹി ബിഹേവ്സ് ആസ് ഇഫ് ഹി വേർ എ റിച്ച്. അവൻ ഒരു ധനികനെ പോലെ പെരുമാറുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നമ്മൾ വേർ, ഹി വേർ, ഷീ വേർ എന്ന് യൂസ് ചെയ്തു, അല്ലേ? ഇനി നോക്കൂ, ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് വേറാണ്, സംശയം വേണ്ട. ആസ് ഇഫും ആസ് ദോയും വന്നാൽ നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. മീര ഇംഗ്ലീഷ് അറിയുന്നത് പോലെ സംസാരിച്ചു. മീര ഇംഗ്ലീഷ് അറിയുന്നത് പോലെ സംസാരിച്ചു. ഇവിടെ മീര സംസാരിച്ചു, പാസ്റ്റിലാണ് പറയുന്നത്, അല്ലേ? അപ്പം എങ്ങനെ പറയും? മീര സ്പോക്ക് ആസ് ഇഫ്. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് വന്നിട്ടുള്ളത് പാസ്റ്റിലാണ്, അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹാഡ് വി ത്രീ ആണല്ലേ. അപ്പോൾ ഷീ ഹാഡ് നോൺ ഇംഗ്ലീഷ്, അറിയുന്നത് പോലെ എന്നുള്ളതിൻ്റെ വി ത്രീ എന്താണ്? നോൺ എന്നാണ്. അപ്പം ഹാഡ് നോൺ ഇംഗ്ലീഷ്. മീര സ്പോക്ക് ആസ് ഇഫ് ഷീ
ഹാഡ് നോൺ ഇംഗ്ലീഷ്. മീര ഇംഗ്ലീഷ് അറിയുന്നത് പോലെ സംസാരിച്ചു. അവൾ ഇംഗ്ലീഷ് അറിയുന്ന പോലെ സംസാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആസ് ഇഫ് എന്ന് വന്നു കഴിഞ്ഞാൽ, ആസ് ദോ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ പ്രസൻറ്റിലാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ പാസ്റ്റിലായിരിക്കണം. അവിടെ സിംഗുലർ പ്ലൂരൽ എന്നുള്ള വാസും വേറും വരുന്ന സമയത്ത് നമ്മളിവിടെ വേർ തന്നെ യൂസ് ചെയ്യണം. അതുപോലെ ആസ് ഇഫ്, ആസ് ദോ തൊട്ട് മുമ്പ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്ത് വേണം? ഹാഡ് V3 യൂസ് ചെയ്യണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അവൻ ഇംഗ്ലീഷ് അറിയുന്നത് പോലെ വായിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹി റീഡ്സ് ആസ് ഇഫ് ഹി ഡേഷ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് അറിയുന്ന പോലെ വായിക്കുന്നു. യഥാർത്ഥത്തിൽ അവന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു കേസിൽ നമ്മളിവിടെ ഓപ്ഷൻസ് കൊടുത്തത് ഈസ്, വോസ്, വേറ്, ഹാഡ് ബീൻ എന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും? നമ്മൾ പഠിച്ച ആസ് ഇഫ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആസ് ദോ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ എപ്പോഴും പാസ്റ്റ് ആയിരിക്കും, ഫസ്റ്റ് പ്രസൻ്റ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ വാസും ഉണ്ട്, വേറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഹി എന്ന സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് വോസാണ്. പക്ഷേ ആസ് ഇഫിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറാണ്. അതാണ് നിയമം. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ആസ് ദോയോ ആസ് ഇഫോ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വേർ എന്ന് യൂസ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ ചൈൽഡ് ക്രൈഡ് ആസ് ഇഫ് ഷീ ഡേഷ് എ ചൈൽഡ്. അവൾ ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞു. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഫസ്റ്റ് സെൻറ്റൻസിൽ പാസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്തായിരിക്കും? ഓപ്ഷൻസ് ഈസ്, വോസ്, വേർ, ഹാഡ് ബീൻ എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത്? ഹാഡ് പ്ലസ് V3 ആണല്ലേ. അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ എന്നല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഷീ ചൈൽഡ് ക്രൈഡ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ എ ചൈൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്.